തൃശൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിന്റെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പ്രതിപക്ഷം ബജറ്റ് പേപ്പറുകൾ കീറിയെറിഞ്ഞു. ബഹളത്തിനിടെ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ അവതരിപ്പിച്ച ബജറ്റ് പാസാക്കി. പ്രതിപക്ഷത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് മുമ്പേ തന്നെ UDF അംഗങ്ങൾ ബഹളം തുടങ്ങി. മേയറുടെ മൈക്ക് പിടിച്ചു വാങ്ങി. ഇതോടെ ഭരണപക്ഷവും നടുത്തളത്തിൽ. വാക്കേറ്റം കയ്യാങ്കളിയായി. ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ പ്രതിപക്ഷം ശ്രമിച്ചതോടെ ഉന്തും തള്ളും. പലർക്കും പരിക്കേറ്റു. പൊതുമുതൽ നശിപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ, AK സുരേഷ്, ലാലി ജെയിംസ് എന്നിവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ. സാധാരണ ജനങ്ങളെ സഹായിക്കുവാൻ തയ്യാറായ ഈ ഭരണപക്ഷം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിട്ടുകൊണ്ട് ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടൈസ് നടത്തുന്ന ഈ നടപടി ഒരിക്കലും ശരിയല്ല. ഇത് തൃശൂർ മാസ്റ്റർ പ്ലാൻ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള കരട് റിപ്പോർട്ട് കൗൺസിൽ ചർച്ച ചെയ്യാതെ കേന്ദ്ര സർക്കാരിന് കൈമാറിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJPയും LDFും ഒത്തുകളിച്ച് കോടികളുടെ അഴിമതി നടത്തുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. News 18 തൃശൂർ.